ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെൻറ്റർ. അങ്ങനെ നമ്മൾ 7th ബേസിക് സയൻസിലെയും സോഷ്യൽ സയൻസിലെയും ഒക്കെ എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അത് പോയി കാണണേ. ഇന്ന് നമുക്ക് 8ാം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ആദ്യത്തെ ചാപ്റ്ററാണ് ഇന്ന് പഠിക്കുന്നത്. വീഡിയോസ് കാണുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യണേ. നല്ല അഭിപ്രായമാണെങ്കിൽ അങ്ങനെ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അതും പറയണേ. അതുപോലെ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് നോക്കാം. 2025 കേട്ടോ ഈ ഒരു പുതിയ 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് വന്നിട്ടുള്ളത്. 6, 8, 10 ക്ലാസ്സുകളിലൊക്കെ ഈ ഒരു വർഷമാണ് പുതിയ ടെക്സ്റ്റ് ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 6ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. 6ാം ക്ലാസ്സിൽ കഴിഞ്ഞ അധ്യയന വർഷം ഉണ്ടായിരുന്ന ടെക്സ്റ്റ് ബുക്കാണ് ഞാൻ ക്ലാസ് എടുത്തിട്ടുള്ളത്. 8ലെ എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് 6th നോക്കട്ടോ. 8ാം ക്ലാസ്സിലെ ഫസ്റ്റ് പാർട്ടിൽ ടോട്ടൽ 7 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്നുള്ള ചാപ്റ്ററാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. യൂറോപ്യന്മാരുടെ ആഗമനവും അതുപോലെ അവരുടെ സംഭാവനകളും അതുപോലെ അവർ ഇന്ത്യയിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള യുദ്ധങ്ങളും അതുപോലെ സമരത്തെ പറ്റിയും അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു ചാപ്റ്ററാണ് ഇട്ടത്. നമുക്ക് പഠിക്കാനുള്ള ഒരുപാട് പോയിന്റ്സ് വരുന്നുണ്ട്, അതുകൊണ്ട് മിസ് ചെയ്യാതെ ക്ലാസ് മുഴുവൻ കാണണം കേട്ടോ. അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്നാണ് ഈ ഒരു ചാപ്റ്ററിന്റെ പേര്. ഈ ഒരു ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ ബ്രിട്ടീഷുകാരനായ ജെയിംസ് ഫച്ചർ എഴുതിയിട്ടുള്ളൊരു കുറിപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് വ്യാപാരത്തിന് വന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കുറിപ്പാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിൻ്റെ ആദ്യത്തെ കപ്പൽ വ്യൂഹം ഈസ്റ്റ് ഇൻഡീസിലേക്ക് അയക്കുന്നത് 1601 ഏപ്രിലായിരുന്നു. അപ്പോൾ 1601 ഏപ്രിലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യത്തെ കപ്പൽ ഇന്ത്യയിലേക്ക് അയക്കുന്നത്. 18 മാസങ്ങൾക്ക് ശേഷം അസെൻഷൻ, ഡ്രാഗൺ, ഹെക്ടർ, സൂസൻ എന്നീ 4 കപ്പലുകൾ സുമാത്രയിൽ നിന്നും ജാവയിൽ നിന്നും കുരുമുളകും മറ്റുൽപ്പന്നങ്ങളുമായി മടങ്ങിയെത്തി. ഈ വിജയത്തെ തുടർന്ന് ഇതേ കപ്പലുകൾ ലണ്ടനിൽ നിന്ന് 1604 മാർച്ചിൽ 2ാം ദൗത്യം ആരംഭിച്ചു. മടക്കയാത്രയിൽ ഹെക്ടറും സൂസനും ആദ്യം പുറപ്പെട്ടു. പക്ഷേ സൂസൻ കടലിൽ വെച്ച് തകർന്നു. പിന്നാലെ വന്ന അസെൻഷനും ഡ്രാഗണും ഹെക്ടറിനെ രക്ഷിക്കുമ്പോഴേക്കും കടലിൽ ഉയറി നടക്കുകയായിരുന്ന ആ കപ്പലിലെ മിക്ക നാവികരും മരണപ്പെട്ടിരുന്നു. 1606 മെയ് മാസത്തിൽ കുരുമുളകും ഗ്രാമ്പുവും ജാതിക്കയും നിറച്ച കപ്പലുകൾ ഇംഗ്ലണ്ടിലെത്തി. കമ്പനിയുടെ ലാഭം മുടക്കുമുതലിൻ്റെ 95% അപ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള കിഴക്കൻ പ്രദേശങ്ങളാണ് കേട്ടോ ഈസ്റ്റ് ഇൻഡീസ് എന്ന് പറയുന്നത്. അപ്പോൾ 1601 നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള കിഴക്കൻ പ്രദേശങ്ങളായ ഈസ്റ്റ് ഇൻഡീസിലേക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന ആദ്യമായിട്ട് ഒരു കപ്പൽ അയക്കുന്നത് 1601 ഏപ്രിലായിരുന്നു. 18 മാസങ്ങൾക്ക് ശേഷം അസെൻഷൻ, ഡ്രാഗൺ, ഹെക്ടർ, സൂസൻ എന്നീ 4 കപ്പലുകൾ സുമാത്രയിൽ നിന്നും ജാവയിൽ നിന്നും കുരുമുളകും മറ്റുൽപ്പന്നങ്ങളുമായി മടങ്ങിയെത്തി. അപ്പോൾ ഏതൊക്കെയായിരുന്നു കപ്പൽ? അസെൻഷൻ, ഡ്രാഗൺ, ഹെക്ടർ, സൂസൻ എന്നീ 4 കപ്പലുകളാണ് ആദ്യത്തെ യാത്രയിൽ മടങ്ങിയെത്തിയത്. 18 മാസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ മടങ്ങിയെത്തിയത്. ഇനി രണ്ടാമത്തെ യാത്ര 1604 മാർച്ചിലായിരുന്നു. ഇതിന് മടക്കയാത്രയിൽ സൂസൻ എന്ന കപ്പൽ കടലിൽ വെച്ച് തകർന്നു. ആ ഒരു തകർച്ചയിൽ ആ ഒരു കപ്പലിലുണ്ടായിരുന്ന മിക്ക നാവികരും മരണപ്പെട്ടിരുന്നു. എങ്കിലും 1606 മെയ് മാസത്തിൽ കുരുമുളകും ഗ്രാമ്പുവും ജാതിക്കയൊക്കെ നിറച്ച കപ്പലുകൾ ഇംഗ്ലണ്ടിൽ എത്തി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കമ്പനിയുടെ ലാഭം മുടക്കുമുതലിൻ്റെ 95% ഇത്രയും ബുദ്ധിമുട്ടേറിയ വ്യാപാരത്തിന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പ്രേരിപ്പിച്ചത് എന്താണെന്നാണ്. പ്രാചീന കാലം മുതൽ യൂറോപ്യർക്ക് ലോകത്തിലെ ഇതര ഭാഗങ്ങളുമായി വ്യാപാര ബന്ധമുണ്ടായിരുന്നു. ഇതിൽ ഏഷ്യയും ഉൾപ്പെട്ടിരുന്നു. ഈ ബന്ധങ്ങൾ 15ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ യൂറോപ്പിൽ നിന്ന് കിഴക്കു ദിശയിലേക്കുള്ള ഒരു സമുദ്രപാത കണ്ടെത്തുന്നതിലേക്ക് നയിച്ചു. ഇതിനു കാരണമായ പ്രധാന ഘടകങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. യൂറോപ്യർ കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും കൈവരിച്ച സാങ്കേതിക പുരോഗതി, അതുപോലെ ഭൂമിശാസ്ത്ര പരിജ്ഞാനത്തിലുണ്ടായ വളർച്ച, ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന കോമ്പസ്, ഭൂപട നിർമ്മാണം എന്നിവയിലുണ്ടായ പുരോഗതി. പുതിയ പ്രദേശങ്ങളെയും അവിടുത്തെ സമ്പത്തിനെയും കുറിച്ച് സഞ്ചാരികളുടെ യാത്രാ വിവരണങ്ങൾ പകർന്ന അറിവ്, അതുപോലെ യൂറോപ്പിൽ കുരുമുളക് അടക്കമുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്കുണ്ടായിരുന്ന കച്ചവട സാധ്യത, തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത്. ഇത്രയായിരുന്നു ഏഷ്യയുമായിട്ടുള്ള യൂറോപ്പിൻ്റെ വ്യാപാര ബന്ധം തുടർന്നു പോകാനുള്ള കാരണം. അപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് കൊടുത്തിട്ടുണ്ട്. യൂറോപ്പിനും ഏഷ്യക്കും ഇടയിലുള്ളൊരു പ്രധാന കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. ഇതുവഴിയാണ് യൂറോപ്പും ഏഷ്യയും തമ്മിൽ കരമാർഗം വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നത്. 1453 തുർക്കികൾ ഇവിടം പിടിച്ചടക്കുകയും ഇതുവഴി യൂറോപ്യരുടെ വ്യാപാരം തടയുകയും ചെയ്തു. തുടർന്ന് പുതിയ പാത കണ്ടെത്തുന്നതിന് യൂറോപ്യർ നിർബന്ധിതരായി.
അപ്പോൾ യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള ഒരു പ്രധാന കേന്ദ്രമായിരുന്നു ഈ ഒരു കോൺസ്റ്റാന്റിനോപ്പിൾ. ഇതുവഴിയാണ് യൂറോപ്പും ഏഷ്യയും തമ്മിൽ കരമാർഗം വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നത്. എന്നാൽ 1453 തുർക്കികൾ ഈ ഒരു കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തു. അതുവഴി യൂറോപ്യരുടെ വ്യാപാരം തടയുകയും ചെയ്തു. തുടർന്ന് പുതിയൊരു പാത കണ്ടെത്തുന്നതിന് യൂറോപ്യർ നിർബന്ധിതരായി. അപ്പോൾ യൂറോപ്യർ കടൽ മാർഗം ഇന്ത്യയിലേക്ക് വരാൻ ശ്രമിച്ചതിൻ്റെ ഒരു പ്രധാന കാരണം ഇതായിരുന്നു കേട്ടോ. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്യട്ടോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ പ്രസ്താവന രീതിയിൽ വരാൻ സാധ്യതയുണ്ട്. പോർച്ചുഗീസുകാരായിരുന്നു കടൽ മാർഗം ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യർ. വാസ്കോഡ ഗാമയാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസുകാരൻ. ഇവിടെ വാസ്കോഡ ഗാമയുടെ ഇന്ത്യയിലേക്കുള്ള യാത്രയുടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. നോക്കിയാൽ നമുക്കറിയാം, ഈ റെഡ് ലൈനും കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഈ പോർച്ചുഗലിന് തുടങ്ങിയിട്ട് ആഫ്രിക്കൻ വൻകര മുഴുവൻ ചുറ്റി ആണ് നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തുന്നത്. നമുക്ക് ഈ ആഫ്രിക്കയുടെ ഏറ്റവും തെക്കേ ഭാഗത്തായിരുന്നു നമുക്ക് കാണുന്നുണ്ട് ശുഭപ്രതീക്ഷാ മുനമ്പൊക്കെ ഉണ്ട് അല്ലേ. ഇതൊക്കെ ചുറ്റിക്കടന്നാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഈ ഒരു മാപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ തന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. വാസ്കോഡ ഗാമയുടെ കപ്പൽ യാത്ര ആരംഭിച്ച സ്ഥലം, അതുപോലെ വാസ്കോഡ ഗാമ എത്തിച്ചേർന്ന സ്ഥലം, അതുപോലെ പിന്നിട്ട് സമുദ്രങ്ങളും വൻകരകളും ഏതൊക്കെയാണെന്ന്. എവിടെ നിന്നാണ് യാത്ര ആരംഭിച്ചത്? യൂറോപ്പിൽ നിന്നാണ് അല്ലേ. യൂറോപ്പിലെ പോർച്ചുഗലിലെ ലിസ്ബണിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്. അവിടെ നിന്നും കനേറി ദ്വീപുകളും അതുപോലെ കേപ്പ് വെർദെ ദ്വീപുകളിലൂടെയൊക്കെ കടന്ന് അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ആഫ്രിക്കയുടെ തെക്കേ ഭാഗത്തെത്തി എത്തുകയാണ് അല്ലേ. ആഫ്രിക്കൻ വൻകരയുടെ ഏറ്റവും തെക്കു ഭാഗത്തായിട്ട് ശുഭപ്രതീക്ഷാ മുനമ്പുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ അതിലൂടെ കടന്ന് ആഫ്രിക്കയിലെ മൊസാംബിക്, മൊഗാദിഷു എന്നീ 2 സ്ഥലങ്ങളിൽ നിന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ നമ്മുടെ ഏഷ്യയിലേക്ക് കടക്കുകയാണ്. അതുപോലെ ഏഷ്യയിലെ ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിലേക്കാണ് വരുന്നത്. നമുക്കറിയാം കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് കടൽ തീരത്താണല്ലേ വന്നിറങ്ങുന്നത്. അപ്പോൾ ഏതൊക്കെ ദ്വീപിലൂടെയാണ് സഞ്ചരിക്കുന്നത്? കനേറി ദ്വീപുകളും കേപ്പ് വെർദെ ദ്വീപുകളും അറ്റ്ലാന്റിക് സമുദ്രവും അതുപോലെ ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുപോലെ യൂറോപ്പിൽ നിന്നും ആഫ്രിക്കൻ വൻകരയെ ചുറ്റി സഞ്ചരിച്ചാണ് നമ്മുടെ ഏഷ്യയിലേക്ക് എത്തുന്നത്. ഇനി പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലേക്കുള്ള യാത്ര എന്നാണ് കൊടുത്തിട്ടുണ്ട്. 1498 കോഴിക്കോടിന് സമീപത്തുള്ള കാപ്പാട് എന്ന സ്ഥലത്താണ് വാസ്കോഡ ഗാമ എത്തിച്ചേർന്നത്. അദ്ദേഹത്തിന്റെ വരവ് ഇന്ത്യയിലെ യൂറോപ്യൻ ആധിപത്യത്തിന് വഴിതുറന്നു. അക്കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരി രാജവംശമായിരുന്നു കോഴിക്കോട് ഭരിച്ചിരുന്നത്. അറബികളായിരുന്നു കോഴിക്കോടുമായുള്ള വിദേശ വ്യാപാരം നിയന്ത്രിച്ചിരുന്നത്. അവരെ പുറത്താക്കി പോർച്ചുഗീസുകാർക്ക് വ്യാപാര അനുമതി നൽകണമെന്നുള്ള ഗാമയുടെ ആവശ്യം സാമൂതിരി അംഗീകരിച്ചില്ല. ഇതേ തുടർന്ന് ഗാമ കണ്ണൂരിലെ കോലത്തിരി രാജാവിൽ നിന്ന് വ്യാപാര അനുമതി നേടിയെടുത്തു. കുരുമുളക് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് അദ്ദേഹം പോർച്ചുഗലിലേക്ക് മടങ്ങി. തൻ്റെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ 60 ഇരട്ടിയിലധികം മൂല്യമുള്ള ചരക്കുകളെയാണ് ഗാമ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയത്. അപ്പോൾ 1498 കോഴിക്കോടിന് സമീപമുള്ള കാപ്പാട് എന്ന സ്ഥലത്ത് വാസ്കോഡ ഗാമ എത്തിച്ചേർന്നത്. അക്കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരി രാജവംശമായിരുന്നു. അപ്പോൾ അറബികളായിരുന്നു കോഴിക്കോടുമായുള്ള വിദേശ വ്യാപാരം നിയന്ത്രിച്ചിരുന്നത്. ഇവരെ പുറത്താക്കി പോർച്ചുഗീസുകാർക്ക് വ്യാപാര അനുമതി നൽകണമെന്നുള്ള ഗാമയുടെ ആവശ്യം സാമൂതിരി അംഗീകരിച്ചില്ല. ഇതേ തുടർന്ന് ഗാമ കണ്ണൂരിലെ കോലത്തിരി രാജാവിൽ നിന്ന് വ്യാപാര അനുമതി നേടിയെടുത്തു. കുരുമുളക് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് അദ്ദേഹം പോർച്ചുഗലിലേക്ക് മടങ്ങി. പിന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? തൻ്റെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ 60 ഇരട്ടിയിലധികം മൂല്യമുള്ള ചരക്കുകൾ 60 ഇരട്ടിയിലധികം മൂല്യമുള്ള ചരക്കുകളുമായാണ് ഗാമ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയത്. ഇനി ഗാമയുടെ കപ്പലുകൾ തന്നെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, ബെറിയോ എന്നീ 3 കപ്പലുകളിലായിട്ടാണ് ഗാമയും സംഘവും ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നത്. ഏതൊക്കെയാണ്? സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, ബെറിയോ എന്നീ 3 കപ്പലുകളാണ് കേട്ടോ. സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, ബെറിയോ നോട്ട് ചെയ്യണം കേട്ടോ. ഗാമയുടെ യാത്രയിലൂടെ ഉണ്ടായ ലാഭം ഇന്ത്യയിലേക്ക് വീണ്ടും കച്ചവട യാത്രകൾ നടത്തുവാൻ പോർച്ചുഗീസുകാരെ പ്രേരിപ്പിച്ചു. സാമൂതിരി പോർച്ചുഗീസുകാർക്ക് വ്യാപാര കുത്തക നൽകിയില്ല. തന്മൂലം സാമൂതിരിക്കും പോർച്ചുഗീസുകാർക്കുമിടയിൽ സംഘർഷങ്ങൾ ഉടലെടുത്തു. പോർച്ചുഗീസുകാർക്ക് ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നത് സാമൂതിരിയുടെ നാവിക തലവന്മാരായിരുന്ന കുഞ്ഞാലി മരയ്ക്കാരെ നിന്നായിരുന്നു. കുഞ്ഞാലി മരയ്ക്കാന്മാരുടെ കാലശേഷം പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയിൽ നിന്ന് കാര്യമായ ഭീഷണിയുണ്ടായില്ല.
അപ്പം ഈ ഒരു ആദ്യത്തെ യാത്രയിലുണ്ടായ ലാഭം ഇന്ത്യയിലേക്ക് വീണ്ടും കച്ചവട യാത്രകൾ നടത്തുവാൻ പോർച്ചുഗീസുകാരെ പ്രേരിപ്പിച്ചു. സാമൂതിരി പോർച്ചുഗീസുകാർക്ക് ഇവിടെ വ്യാപാര കുത്തക നൽകിയില്ല. അതുമൂലം സാമൂതിരിക്കും പോർച്ചുഗീസുകാർക്കും ഇടയിൽ സംഘർഷങ്ങൾ ഉണ്ടായി. പോർച്ചുഗീസുകാർക്ക് ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നത് സാമൂതിരിയുടെ നാവിക തലവന്മാരായിരുന്ന കുഞ്ഞാലി മരക്കാരിൽ നിന്നായിരുന്നു. അപ്പം നാവിക തലവന്മാരായിരുന്നു കേട്ടോ കുഞ്ഞാലി മരക്കാർ. സാമൂതിരിയുടെ നാവിക തലവന്മാരായിരുന്നു കുഞ്ഞാലി മരക്കാർ. എന്നാൽ കുഞ്ഞാലി മരക്കാരുടെ മരണശേഷം, അതായത് കാലശേഷം, പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയിൽ നിന്ന് കാര്യമായ ഭീഷണിയൊന്നും ഉണ്ടായില്ല പിന്നീട് കച്ചവടത്തിന്. അടുത്തത് കുഞ്ഞാലി മരക്കാർ എന്നൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. പോർച്ചുഗീസുകാരുടെ ആക്രമണങ്ങളെ ചെറുത്ത് സാമൂതിരിയെയും പശ്ചിമ തീരപ്രദേശങ്ങളെയും സംരക്ഷിച്ചിരുന്നത് കുഞ്ഞാലി മരക്കാർമാരാണ്. കുഞ്ഞാലി മരക്കാർ എന്നതൊരു സ്ഥാനപ്പേരായിരുന്നു. 4 പേരാണ് വ്യത്യസ്ത കാലങ്ങളിൽ ഈ സ്ഥാനം അലങ്കരിച്ചിരുന്നത്. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയങ്കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി 3-മനായിരുന്നു. കുഞ്ഞാലി 4-മനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചു. കുഞ്ഞാലിമാരുടെ പതനത്തോടെ സാമൂതിരിയുടെ അധപ്പതനവും ആരംഭിച്ചു. അപ്പോൾ സാമൂതിരിയുടെ നാവിക തലവന്മാരായിരുന്നു കുഞ്ഞാലി മരക്കാർ നമ്മൾ പഠിച്ചു അല്ലേ. പോർച്ചുഗീസുകാരുടെ ആക്രമണങ്ങളെ ചെറുത്ത് സാമൂതിരിയെയും പശ്ചിമ തീരപ്രദേശങ്ങളൊക്കെ സംരക്ഷിച്ചിരുന്നത് ഇവരായിരുന്നു. കുഞ്ഞാലി മരക്കാർ എന്നതൊരു സ്ഥാനപ്പേരായിരുന്നു. 4 പേരാണ് വ്യത്യസ്ത കാലങ്ങളിൽ ഈ ഒരു സ്ഥാനം അലങ്കരിച്ചിരുന്നത്. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയങ്കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി 3-മനാണ് കേട്ടോ. കുഞ്ഞാലി 3-മനാണ് ചാലിയങ്കോട്ട പിടിച്ചെടുത്തത്. ആരെ പരാജയപ്പെടുത്തിയാണ്? പോർച്ചുഗീസുകാരെ. കുഞ്ഞാലിമാരുടെ പതനത്തോടെ പിന്നെന്താണ് പറയുള്ളത്? കുഞ്ഞാലി 4-മനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചു. ഈ ഒരു കുഞ്ഞാലിമാരുടെ പതനത്തോടെ സാമൂതിരിയുടെ അധപ്പതനവും ആരംഭിച്ചു. ഇനി ഇവിടെ കുറച്ച് ചിത്രം കൊടുത്തിട്ടുണ്ട്. മേശ, കസേര, അലമാര, ജനൽ, അതുപോലെ പേന, ചാക്ക് എന്നിവ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഈ വാക്കുകളൊക്കെ നമുക്ക് ലഭിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോർച്ചുഗീസുകാരുടെ ഭാഷയിൽ നിന്നാട്ടോ ഈ ഒരു വാക്കുകളൊക്കെ മലയാള ഭാഷയിലേക്ക് വന്നത്. ഏതൊക്കെയാണ്? മേശ, കസേര, അലമാര, ജനൽ, അതുപോലെ പേന, ചാക്ക് എന്നിവ. ഇന്ത്യയും പോർച്ചുഗീസുമാരുമായുള്ള ബന്ധത്തിന്റെ സ്വാധീന ഫലമായി പോർച്ചുഗീസ് ഭാഷയിൽ നിന്നാണ് ഈ ഒരു പദങ്ങളൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ കശുമാവ്, പപ്പായ, പേരക്ക, പൈനാപ്പിൾ തുടങ്ങിയവയൊക്കെ പോർച്ചുഗീസിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ. അപ്പോൾ പോർച്ചുഗീസിൽ നിന്ന് കൊണ്ടുവന്ന ഏതൊക്കെയാണ്? കശുമാവ്, പപ്പായ, പേരക്ക, പൈനാപ്പിൾ. കശുമാവ്, പറങ്കിമാവ് ഒന്നും കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നോട്ട് ചെയ്യട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇവിടെ മാനുവൽ കോട്ടയുടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയാണ് മാനുവൽ കോട്ട. കൊച്ചിയിലാണ് ഇത്. പോർച്ചുഗീസുകാരാണ് സ്ഥാപിച്ചത് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയായ മാനുവൽ കോട്ട കൊച്ചിയിൽ സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണ്. അതുപോലെ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഇവരുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് നോക്കാം. കൊച്ചി, ഗോവ, ദാമൻ ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസ് ആധിപത്യത്തിന് കീഴിലായി. ഏതൊക്കെയാണ്? കൊച്ചി, ഗോവ, ദാമൻ ദിയു എന്നീ പ്രദേശങ്ങൾ കേട്ടോ. അതുപോലെ അച്ചടി വിദ്യ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. ചവിട്ടുനാടകം, മാർഗം കളി തുടങ്ങിയ കലാരൂപങ്ങൾ പ്രചരിപ്പിച്ചു. യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം ആരംഭിച്ചതും ഇവരാണ്. അതുപോലെ യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും അഭ്യസിപ്പിച്ചു. ക്രൈസ്തവ മതപഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചു. ഒന്നുകൂടി നോക്കാം. ഏതൊക്കെയായിരുന്നു? ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയായ മാനുവൽ കോട്ട കൊച്ചിയിൽ സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണ്. കൊച്ചി, ഗോവ, ദാമൻ ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസ് ആധിപത്യത്തിന് കീഴിലായി. അച്ചടിവിദ്യ പ്രചരിപ്പിച്ചു. ചവിട്ടുനാടകം, മാർഗംകളി തുടങ്ങിയ കലാരൂപങ്ങൾ പ്രചരിപ്പിച്ചു. യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം ആരംഭിച്ചു. യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും അഭ്യസിപ്പിച്ചു. ക്രൈസ്തവ മതപഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതായിട്ട് ഡച്ചുകാരാണ്. പോർച്ചുഗീസുകാരെ തുടർന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന യൂറോപ്യർ ഹോളണ്ടിൽ നിന്നുള്ളവരായിരുന്നു. ആര്? ഡച്ചുകാർ. അത് ഹോളണ്ടിൽ നെതർലാൻഡ്സുകാരായിരുന്നു ഡച്ചുകാർ. ഡച്ചുകാർ എന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര എന്നിവയായിരുന്നു ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. കച്ചവടാധിപത്യത്തിനായുള്ള മത്സരത്തിൽ ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി. അപ്പോൾ പോർച്ചുഗീസുകാരെ തുടർന്ന് ഇന്ത്യയിലേക്ക് രണ്ടാമതായിട്ട് വന്ന യൂറോപ്യർ ഡച്ചുകാരാണ്. ഡച്ചുകാർ എന്ന് പറഞ്ഞാൽ നെതർലാൻഡിലെ ഹോളണ്ടിൽ നിന്ന് വന്നവരാണ് ഡച്ചുകാർ. ഡച്ചുകാരെന്നാണ് ഇവരെ അറിയപ്പെട്ടിരുന്നത്. നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര. ഏതൊക്കെയാണ്? നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര. ഇത് ഇതേപോലെ തന്നെ നോട്ട് ചെയ്യട്ടോ. നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര എന്നിവയൊക്കെയായിരുന്നു ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളാട്ടോ. ഏതൊക്കെയാണ് വാണിജ്യ കേന്ദ്രങ്ങൾ? ഒന്നുകൂടി നോക്കാം. നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര.
ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളാണ് കേട്ടോ ഇത്. ഇനി കച്ചവടാധിപത്യത്തിനായുള്ള മത്സരത്തിൽ ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി. അപ്പോൾ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ഡച്ചുകാർ കച്ചവടാധിപത്യത്തിനായുള്ള മത്സരത്തിൽ. കുളച്ചൽ യുദ്ധം 1741 കന്യാകുമാരിക്കടുത്തുള്ള കുളച്ചലിൽ വെച്ച് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഏറ്റുമുട്ടി. ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടതോടെ ഡച്ചുകാർക്ക് ഇന്ത്യയിലെ ആധിപത്യം നഷ്ടപ്പെട്ടു. ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധമായിരുന്നു ഇത്. ഏതായിരുന്നു? കുളച്ചൽ യുദ്ധം കേട്ടോ. അപ്പോൾ 1741 കുളച്ചൽ യുദ്ധം. ഡേറ്റ് നോട്ട് ചെയ്യണേ. കന്യാകുമാരിക്ക് അടുത്തുള്ള കുളച്ചലിൽ വെച്ച് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു. അപ്പോൾ എവിടാണ് കന്യാകുമാരിക്ക് അടുത്തുള്ള കുളച്ചലിൽ വെച്ചാണ് ഈ ഒരു യുദ്ധം നടന്നത്. ആരൊക്കെയായിരുന്നു? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു യുദ്ധം. ഈ ഒരു യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തുകയാണ് ആര്? നമ്മുടെ മാർത്താണ്ഡവർമ്മ. അപ്പോൾ ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധം ഏതാണെന്ന് ചോദിച്ചത് കുളച്ചൽ യുദ്ധം കേട്ടോ. ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം 1741. ഈ ഒരു കുളച്ചൽ സ്മാരകത്തിൻ്റെ ഒക്കെ ഒരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്, യുദ്ധസ്മാരകത്തിൻ്റെ. നമുക്ക് ഡച്ചുകാരുടെ സംഭാവനകൾ നോക്കാം. ഹോർത്തൂസ് മലബാറിക്കൂസ്. ഡച്ചുകാരുമായുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന കൃതിയാണ്. കേരളത്തിലെ 742 ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്? ഡച്ചുകാരുമായുള്ള ബന്ധത്തിലെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന കൃതി. കേരളത്തിലെ 742 ഔഷധ സസ്യങ്ങൾ. എത്രയാണ്? 742 ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ ഒരു ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് വാൻഡ്രിയാണ്. ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് വാൻഡ്രീഡാണ് ഈ ഒരു കൃതിക്ക് രചിക്കാൻ നേതൃത്വം നൽകിയത്. ഈ രചനയ്ക്ക് അദ്ദേഹത്തെ സഹായിച്ചത് ഇട്ടി അച്യുതൻ എന്ന മലയാളി വൈദ്യനായിരുന്നു. അപ്പുഭട്ട്, രംഗഭട്ട്, വിനായകഭട്ട് എന്നിവരും രചനയിൽ പങ്കാളികളായി. മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകം ഹോർത്തൂസ് മലബാറിക്കൂസ് ആണ്. മലയാളം, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലേക്ക് ഈ കൃതി വിവർത്തനം ചെയ്തത് ഡോക്ടർ KS മണിലാലാണ്. അപ്പോൾ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങളുണ്ട് കേട്ടോ, നോട്ട് ചെയ്യണേ. എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? ഈ ഡച്ചുകാരുടെ ബന്ധത്തിലെ ഏറ്റവും വലിയ സംഭാവന എന്താണ്? ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന കൃതിയാണ്. ഇതിൽ 742 ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ആരാണ് ഇതിന് നേതൃത്വം നൽകിയത്? ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് വാൻഡ്രേഡ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രചനയ്ക്ക് നേതൃത്വം നൽകിയത്. ഇനി ഇദ്ദേഹത്തെ സഹായിച്ചത് ആരാണ്? ഇട്ടി അച്യുതൻ എന്ന മലയാളി വൈദ്യനാണ്. അതുപോലെ തന്നെ അപ്പുഭട്ട്, രംഗഭട്ട്, വിനായകഭട്ട് എന്നിവരും ഈ ഒരു രചനയിൽ പങ്കാളികളായിട്ടുണ്ട്. ആരൊക്കെയാണ്? അപ്പുഭട്ട്, രംഗഭട്ട്, വിനായകഭട്ട്. ഇനി മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകം ഏതാണെന്ന് ചെയ്തത് ഹോർത്തൂസ് മലബാറിക്കൂസ് ആട്ടോ. മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യ പുസ്തകം ഹോർത്തൂസ് മലബാറിക്കൂസ്. മലയാളം, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലേക്ക് ഈ ഒരു കൃതി വിവർത്തനം ചെയ്തിട്ടുണ്ട്. ആരാണ് വിവർത്തനം ചെയ്തത്? ഡോക്ടർ KS മണിലാലാണ് വിവർത്തനം ചെയ്തത്. ഇപ്പം നോട്ട് ചെയ്യട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇട്ടി അച്യുതൻ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കടക്കരപ്പള്ളി ഗ്രാമത്തിൽ ഒരു പാരമ്പര്യ വൈദ്യ കുടുംബത്തിൽ ജനിച്ച പ്രഗത്ഭനായ നാട്ടുവൈദ്യനായിരുന്നു ഇട്ടി അച്യുതൻ. അപ്പോൾ എവിടെയാണ് ഇദ്ദേഹം ജനിച്ചത്? ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കടക്കരപ്പള്ളി ഗ്രാമത്തിലാട്ടോ. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കടക്കരപ്പള്ളി ഗ്രാമത്തിൽ ഒരു പാരമ്പര്യ വൈദ്യ കുടുംബത്തിൽ ജനിച്ച പ്രഗത്ഭനായ നാട്ടുവൈദ്യനായിരുന്നു ഇട്ടി അച്യുതൻ. അപ്പോൾ ഈ ഒരു ജനന സ്ഥലമൊക്കെ ഒന്ന് നോട്ട് ചെയ്യട്ടോ. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കടക്കരപ്പള്ളി ഗ്രാമത്തിൽ. അടുത്ത ഹെഡിങ് ആണ് ഫ്രഞ്ചുകാർ. ഡച്ചുകാർക്ക് ശേഷം ബ്രിട്ടീഷുകാരും അതായത് ഇംഗ്ലീഷുകാർ പിന്നീട് ഫ്രഞ്ചുകാരും കച്ചവടത്തിനായി ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ ആദ്യം വന്നത് പോർച്ചുഗീസുകാർ, രണ്ടാമത് ഡച്ചുകാരാണല്ലേ വന്നത്. അവർക്ക് ശേഷം വന്നത് ബ്രിട്ടീഷുകാരാണ്, പിന്നീട് വന്നതാണ് ഫ്രഞ്ചുകാരും. അപ്പോൾ ദക്ഷിണേന്ത്യയിൽ ആധിപത്യത്തിനായി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളായിരുന്നു കർണാട്ടിക് യുദ്ധങ്ങൾ. ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്കായിരുന്നു അന്തിമ വിജയം. തൽഫലമായി ഫ്രഞ്ചുകാരുടെ ആധിപത്യം പോണ്ടിച്ചേരി, യാനം, കാരക്കൽ, മാഹി എന്നീ പ്രദേശങ്ങളിൽ മാത്രമായി ചുരുങ്ങി. അപ്പോൾ നാലാമതായിട്ട് വന്നിട്ടുള്ള യൂറോപ്യൻ ശക്തിയാണ് ആര്? ഫ്രഞ്ചുകാർ. ദക്ഷിണേന്ത്യയിൽ ആധിപത്യത്തിനായിട്ട് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. ആരൊക്കെ തമ്മിലാണ്? ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലാണ് കേട്ടോ കർണാട്ടിക് യുദ്ധങ്ങൾ. ഈ ഒരു യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്കായിരുന്നു അന്തിമ വിജയം. തൽഫലമായി ഫ്രഞ്ചുകാരുടെ ആധിപത്യം പോണ്ടിച്ചേരി, അതായത് പുതുച്ചേരിയാണ്, ഇപ്പോഴത്തെ പുതുച്ചേരിയാണ് പോണ്ടിച്ചേരി, പിന്നെ യാനം, കാരക്കൽ, മാഹി എന്നീ പ്രദേശങ്ങളിൽ മാത്രമായി ചുരുങ്ങി.
അപ്പോൾ ഫ്രഞ്ചുകാർക്ക് ആധിപത്യമുള്ള പ്രദേശങ്ങൾ ഏതൊക്കെയായിരുന്നു? പോണ്ടിച്ചേരി, യാനം, കാരക്കൽ, മാഹി എന്നീ പ്രദേശങ്ങളാണ് കേട്ടോ. കർണാട്ടിക് യുദ്ധങ്ങൾ ആരൊക്കെ തമ്മിലായിരുന്നു? ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലായിരുന്നു കർണാട്ടിക് യുദ്ധങ്ങൾ. അടുത്തായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളതാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലുണ്ടായ യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇന്നത്തെ തമിഴ്നാടിന്റെ ഭൂരിപക്ഷ പ്രദേശങ്ങളും ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ തീരപ്രദേശങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് കർണാട്ടിക്. 3 കർണാട്ടിക് യുദ്ധങ്ങളാണ് നടന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലുണ്ടായ യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. അപ്പോൾ എവിടെയാണ് ഈ കർണാട്ടിക്? തമിഴ്നാടിൻ്റെ ഭൂരിപക്ഷ പ്രദേശങ്ങളും അതുപോലെ ആന്ധ്രാപ്രദേശിൻ്റെ തെക്കൻ തീരപ്രദേശങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് കർണാട്ടിക്. തമിഴ്നാടിൻ്റെ ഭൂരിപക്ഷ പ്രദേശങ്ങളും ഉൾപ്പെടും, അതുപോലെ ആന്ധ്രാപ്രദേശിൻ്റെ തെക്കൻ തീരപ്രദേശങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് കർണാട്ടിക്. അപ്പോൾ 3 കർണാട്ടിക് യുദ്ധങ്ങളാണ് നടന്നിട്ടുള്ളത്. ഇനി എന്താണ് ഇവിടെ ഒരു ഭൂപടത്തിൽ കൊടുത്തിട്ടുണ്ട്. പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ എന്നിവരുടെ അധീനതയിലായിരുന്ന പ്രധാന കേന്ദ്രങ്ങളാണ് ഈ ഒരു ഭൂപടത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ പോർച്ചുഗീസ് അധീനതയിലുള്ള പ്രദേശങ്ങൾ റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബ്ലൂ കളറിൽ ഡച്ച് അധീന പ്രദേശങ്ങളാണ്, ഗ്രീൻ കളറിലാണ് ഫ്രഞ്ച് അധീന പ്രദേശങ്ങൾ. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഫില്ല് ചെയ്യാനൊരു ടേബിൾ തന്നിട്ടുണ്ട്. പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? കൊച്ചി, ദാമൻ, ദിയു, ഗോവ. ഇനി ഡച്ച് അധീന പ്രദേശങ്ങളോ? നാഗപട്ടണം കൊടുത്തിട്ടുണ്ട്. ഇനി ഏതൊക്കെയാണ്? ചിൻസുര, അഹമ്മദാബാദ്, ബറോച്ച്. ഇനി ഫ്രഞ്ച് അധീന പ്രദേശങ്ങളാണ് പോണ്ടിച്ചേരി, മാഹി, യാനം, കാരക്കൽ. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്യട്ടോ. അടുത്ത ഹെഡിങ് ആണ് കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മൾ പറഞ്ഞില്ലേ, ഏഷ്യയുമായിട്ടുള്ള വ്യാപാര ബന്ധത്തിന് ബ്രിട്ടീഷുകാർ തുടക്കം കുറിച്ചത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ടുള്ള വ്യാപാര ബന്ധത്തിലൂടെയാണ് അല്ലേ. 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് നമ്മുടെ ഇന്ത്യയിൽ. കമ്പനിയുടെ പ്രതിനിധി ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് അന്നത്തെ മുഗൾ ചക്രവർത്തി ജഹാംഗീറിൽ നിന്ന് അനുമതി നേടി ഗുജറാത്തിലെ സൂറത്തിൽ ഒരു കച്ചവട താവളം സ്ഥാപിച്ചു, അതായത് ഫാക്ടറി സ്ഥാപിച്ചു. തുടർന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കമ്പനി ഫാക്ടറികൾ ആരംഭിച്ചു. ഇതിനെ തുടർന്ന് മദ്രാസ്, ബോംബെ, കൽക്കട്ട എന്നീ പ്രദേശങ്ങളിൽ ആധിപത്യം നേടിക്കൊണ്ട് കമ്പനി അവിടങ്ങളിലെ ഭരണത്തിൽ ഇടപെടാൻ തുടങ്ങി. അപ്പോൾ എവിടെയൊക്കെയാണ് പിന്നീട് ഫാക്ടറികൾ സ്ഥാപിച്ചത്? ആദ്യം ഫാക്ടറി സ്ഥാപിച്ചത് എവിടെയാണ്? ഗുജറാത്തിലെ സൂററ്റിലാണ്. ആദ്യമായിട്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഫാക്ടറി സ്ഥാപിക്കുന്നത് ഗുജറാത്തിലെ സൂററ്റിലാണ്. തുടർന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചു. എവിടെയൊക്കെയാണ്? മദ്രാസ്, ബോംബെ, കൽക്കട്ട എന്നീ പ്രദേശങ്ങളിലൊക്കെ പിന്നീട് ഫാക്ടറികൾ സ്ഥാപിച്ചു. പിന്നീട് എന്താണ്? ഈ പ്രദേശങ്ങളിലൊക്കെ ആധിപത്യം നേടിക്കൊണ്ട് കമ്പനി അവിടങ്ങളിലെ ഭരണത്തിലൊക്കെ ഇടപെടാൻ തുടങ്ങി. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുന്നത് 1757 പ്ലാസി യുദ്ധത്തിലൂടെയാണ്. അപ്പം തുടർന്ന് എന്താണ്? ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിച്ചത് 1757 പ്ലാസി യുദ്ധത്തിലൂടെയാണ്. അപ്പോൾ 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഏതൊക്കെ ഫസ്റ്റ് എവിടെയായിരുന്നു ഫാക്ടറി തുടങ്ങിയത്? ഗുജറാത്തിലെ സൂററ്റിലാണ് ആദ്യമായിട്ടൊരു ഫാക്ടറി സ്ഥാപിച്ചത്. പിന്നെ എവിടെയൊക്കെയാണ്? മദ്രാസ്, ബോംബെ, കൽക്കട്ട എന്നീ പ്രദേശങ്ങളിലൊക്കെ ഫാക്ടറികൾ സ്ഥാപിച്ചു. പിന്നെ 1757 പ്ലാസി യുദ്ധത്തിലൂടെ 1757 പ്ലാസി യുദ്ധത്തിലൂടെയാണ് രാഷ്ട്രീയ ആധിപത്യം നേടിയത്. ഇനി ഇവിടെ ഒരു സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ളതാണ് ഓരോ പ്രദേശങ്ങളും കീഴടക്കിയതായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ആദ്യം തന്നെ 1639 മദ്രാസ് തുറമുഖത്തിന്റെ ചുങ്ക വരുമാനത്തിന്റെ പകുതി നൽകണമെന്ന ഉപാധിയോടെ പ്രാദേശിക രാജാവായ ദമർല വെങ്കിടാന്ത്രിക നായക ദീർഘകാലത്തേക്ക് മദ്രാസ് തുറമുഖം ബ്രിട്ടീഷുകാർക്ക് നൽകി. അപ്പോൾ മദ്രാസ് തുറമുഖം എങ്ങനെയാണ് ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് എന്നുള്ളതാണ്. 1639 മദ്രാസ് തുറമുഖത്തിന്റെ ചുങ്ക വരുമാനത്തിന്റെ പകുതി നൽകണമെന്ന ഉപാധിയോടെ പ്രാദേശിക രാജാവായ ആരാണ്? ദമർല വെങ്കിടാന്ത്രി നായക. ദമർല വെങ്കിടാന്ത്രി നായക ആയിരുന്നു ആ ഒരു കാലത്തെ പ്രാദേശിക രാജാവ്. അദ്ദേഹം എന്താണ്? ഈ ഒരു മദ്രാസ് തുറമുഖം ബ്രിട്ടീഷുകാർക്ക് നൽകുകയാണ് ചെയ്തത്. അടുത്തത് 1662 പോർച്ചുഗീസ് രാജകുമാരിയായ കാതറീനെ വിവാഹം ചെയ്തപ്പോൾ ബ്രിട്ടീഷ് രാജാവ് ചാൾസ് രണ്ടാമന് ഉപഹാരമായിട്ട് ലഭിച്ച പ്രദേശമാണേത്? ബോംബെ. പിന്നീട് ഈ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൈമാറുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് ബോംബെ പ്രദേശം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലായത്. അടുത്തത് 1698 സുധനദി, കാലിക്കട്ട, ഗോവിന്ദ്പൂർ എന്നീ 3 ഗ്രാമങ്ങൾക്ക് ചുറ്റും ബ്രിട്ടീഷുകാർ പണിത കോട്ടയാണ് വില്യം കോട്ട. ക്രമേണ ഈ പ്രദേശം പട്ടണമായി മാറി കൽക്കട്ട എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പോൾ കൽക്കട്ട എങ്ങനെയാണ്? 1698 സുധനദി, കാലിക്കട്ട, ഗോവിന്ദ്പൂർ എന്നീ 3 ഗ്രാമങ്ങൾക്ക് ചുറ്റും ബ്രിട്ടീഷുകാർ പണിത കോട്ടയാണ് വില്യം കോട്ട.
1698 കേട്ടോ വില്യം കോട്ട പണിതത്. ഏതൊക്കെ പട്ടണങ്ങളായിരുന്നു? സുധനദി, കാലിക്കട്ട, ഗോവിന്ദ്പൂർ എന്നീ 3 ഗ്രാമങ്ങൾക്ക് ചുറ്റുമാണ് ഈ ഒരു കോട്ട പണിതത്. ക്രമേണ ഈ പ്രദേശം പട്ടണമായി മാറുകയാണ് ചെയ്തത്. കൽക്കട്ട എന്ന പേരിലാണ് പിന്നീട് അറിയപ്പെട്ടത്. ഇതും ഇങ്ങനെയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലായത്. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിച്ചത് 1750 പ്ലാസി യുദ്ധത്തിലൂടെയാണെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ബംഗാളിലെ നവാബായിരുന്ന സിറാജുൽ ദൗലയെ റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യം പരാജയപ്പെടുത്തി. ബംഗാളിൻ്റെ ഭരണം പിടിച്ചെടുത്തത് ഈ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങൾ തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരാൻ സഹായകമായി. അപ്പോൾ ഈ ഒരു യുദ്ധത്തിൽ ബംഗാളിലെ നവാബായിരുന്ന സിറാജുൽ ദൗലയെ റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യമാണ് പരാജയപ്പെടുത്തിയത്. അപ്പോൾ ബംഗാളിലെ നവാബാണ് സിറാജുൽ ദൗലയെ റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യമാണ് പരാജയപ്പെടുത്തിയത് കേട്ടോ. 1757 പ്ലാസി യുദ്ധം. ഈ ഒരു യുദ്ധത്തിലൂടെ ബംഗാളിൻ്റെ ഭരണം പിടിച്ചെടുക്കുക മാത്രമല്ല, അതുവഴി ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളൂടി തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരാൻ സഹായകമായി. ഇനി കാർഷിക സമ്പന്നമായ ബംഗാളിലെ ഭൂനികുതി കൊണ്ട് ബ്രിട്ടീഷുകാർ സൈനിക ശക്തി മെച്ചപ്പെടുത്തുകയും രാജ്യത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ കീഴടക്കാനുള്ള പണം സ്വരൂപിക്കുകയും ചെയ്തു. 1764 ബക്സാർ എന്ന സ്ഥലത്ത് വെച്ചുണ്ടായ യുദ്ധത്തോടെ ബീഹാർ, ബംഗാൾ, ഒറീസ എന്നീ പ്രവിശ്യകളിലെ നികുതി പിരിക്കാനുള്ള അവകാശം കമ്പനി സ്വന്തമാക്കി. അതോടെ ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണസാന്നിധ്യം ശക്തമായി. മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാ ആലം രണ്ടാമൻ, ഔദിലെ നവാബായിരുന്ന ഷുജാഉൽ ദൗള, ബംഗാളിലെ നവാബായിരുന്ന മീർ കാസിം എന്നിവരുടെ സംയുക്ത സൈന്യത്തെയാണ് ബ്രിട്ടീഷുകാർ ഈ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയത്. അപ്പോൾ കാർഷിക സമ്പന്നമായ ബംഗാളിലെ ഭൂനികുതി കൊണ്ട് ബ്രിട്ടീഷുകാർ സൈനിക ശക്തി മെച്ചപ്പെടുത്തുകയും അതുപോലെ രാജ്യത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ കീഴടക്കാനുള്ള പണം സ്വരൂപിക്കുകയും ചെയ്തിരുന്നു. 1764 ബക്സാർ എന്ന സ്ഥലത്ത് വെച്ചുണ്ടായ യുദ്ധത്തോടെ ബീഹാർ, ബംഗാൾ, ഒറീസ എന്നീ പ്രവിശ്യകളിലെ നികുതി പിരിക്കാനുള്ള അവകാശം കമ്പനി സ്വന്തമാക്കി. അപ്പോൾ ഏത് യുദ്ധത്തിലൂടെയാണ്? ബക്സാർ യുദ്ധത്തിലൂടെയാണ് കേട്ടോ. ബീഹാർ, ബംഗാൾ, ഒറീസ എന്നീ പ്രവിശ്യകളിലെ നികുതി പിരിക്കാനുള്ള അവകാശം സ്വന്തമാക്കിയത് ബക്സാർ യുദ്ധത്തിലൂടെയാണ്. 1764 ബക്സാർ യുദ്ധം നടന്നത്. അപ്പോൾ ഈ ഒരു യുദ്ധത്തിലൂടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണസാന്നിധ്യം ശക്തമായി. മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാ ആലം രണ്ടാമൻ, ഔദിലെ നവാബായിരുന്ന ഷുജാഉൽ ദൗള, ബംഗാളിലെ നവാബായിരുന്ന മീർ കാസിം എന്നിവരുടെ സംയുക്ത സൈന്യത്തെയാണ് ബ്രിട്ടീഷുകാർ ഈ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയത്. അപ്പോൾ ബക്സാർ യുദ്ധത്തിൽ ആരൊക്കെയായിരുന്നു? മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാ ആലം രണ്ടാമൻ, അതുപോലെ ഔദിലെ നവാബായിരുന്ന സിറാജുൽ ദൗള, ബംഗാളിലെ നവാബായിരുന്ന മീർ കാസിം എന്നിവരായിരുന്നു ഈ ഒരു യുദ്ധത്തിൽ പങ്കെടുത്തത്. എന്നിവരുടെ സംയുക്ത സൈന്യത്തെയാണ് ബ്രിട്ടീഷുകാർ ഈ ഒരു യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്യണേ, ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ പിടിച്ചെടുക്കാം. ഇങ്ങനെ പറഞ്ഞത് റോബർട്ട് ക്ലൈവ് ആണ് കേട്ടോ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യാധിപനായിരുന്ന റോബർട്ട് ക്ലൈവ് ആണ് എനിക്ക് 2000 പട്ടാളക്കാർ അയച്ചു തരൂ, ഞാൻ ഇന്ത്യയെ പിടിച്ചെടുക്കാം എന്ന് പറഞ്ഞത്. അടുത്ത ഹെഡിംഗ് ആണ് നാട്ടുരാജ്യങ്ങളും കമ്പനിയും. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ യുദ്ധങ്ങളിലൂടെയും നയതന്ത്രങ്ങളിലൂടെയുമാണ് ബ്രിട്ടീഷുകാർ കീഴ്പ്പെടുത്തിയത്. ദക്ഷിണേന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുമായിരുന്ന മൈസൂരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ. അപ്പോൾ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ യുദ്ധങ്ങളിലൂടെയും അതുപോലെ നയതന്ത്രങ്ങളിലൂടെയൊക്കെയാണ് ബ്രിട്ടീഷുകാർ കീഴ്പ്പെടുത്തിയത്. ദക്ഷിണേന്ത്യയിലെ നാട്ടുരാജ്യമായിരുന്ന മൈസൂരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ. മൈസൂർ ഭരണാധികാരിയായിരുന്ന ഹൈദരാലിയും മകൻ ടിപ്പു സുൽത്താനുമാണ് മൈസൂർ സേനയെ നയിച്ചത്. 4 തവണ കമ്പനി സൈന്യവും മൈസൂർ സുൽത്താൻമാരും തമ്മിൽ ഏറ്റുമുട്ടി. 1782 ഹൈദരാലിയുടെ മരണാനന്തരം ടിപ്പു സുൽത്താൻ മൈസൂർ സേനയെ നയിച്ചു. 1799 4ാം മൈസൂർ യുദ്ധത്തിൽ കമ്പനി സൈന്യം ടിപ്പു സുൽത്താനെ വധിച്ചതോടെ മൈസൂർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. അപ്പോൾ ദക്ഷിണേന്ത്യയിലെ നാട്ടുരാജ്യമായിരുന്ന മൈസൂരും അതുപോലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ. മൈസൂർ ഭരണാധികാരിയായിരുന്ന ഹൈദരാലിയും മകൻ ടിപ്പു സുൽത്താനുമാണ് മൈസൂർ സേനയെ നയിച്ചത്. 4 തവണ കമ്പനി സൈന്യവും മൈസൂർ സുൽത്താൻമാരും തമ്മിൽ ഏറ്റുമുട്ടി. 1782 ഹൈദരാലി മരണപ്പെട്ടതോടെ ടിപ്പു സുൽത്താൻ മൈസൂർ സേനയെ നയിക്കാൻ ആരംഭിച്ചത്. 82 ഹൈദരാലി മരിച്ചത്. അതുപോലെ 1799 4ാം മൈസൂർ യുദ്ധത്തിലാണ് കമ്പനി സൈന്യവും ടിപ്പു സുൽത്താനെ വധിച്ചത്. അപ്പോൾ മൈസൂർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായത് എന്താണ്? ടിപ്പു സുൽത്താനെ വധിച്ചതോടെ എന്താണ്? മൈസൂർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. 1782 ഹൈദരാലിയുടെ മരണം. 1799 4ാം മൈസൂർ യുദ്ധം നടന്നത്.
ഈ ഒരു യുദ്ധത്തിലാണ് ടിപ്പു സുൽത്താനെ ബ്രിട്ടീഷുകാർ വധിക്കുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മറാത്ത രാജ്യവും തമ്മിൽ നടന്നതാണ് ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ. മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തോടെ മറാത്ത ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലായി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും സിഖുകാരും തമ്മിൽ നടന്ന ആംഗ്ലോ സിഖ് യുദ്ധങ്ങളിൽ സിഖുകാരുടെ പരാജയത്തോടെ പഞ്ചാബ് ബ്രിട്ടീഷ് അധീനതയിലായി. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മറാത്ത രാജ്യവും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ. മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തോടെയാണ് മറാത്ത ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയത്. അതുപോലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും സിഖുകാരും തമ്മിൽ നടന്നതാണ് ആംഗ്ലോ സിഖ് യുദ്ധങ്ങൾ. അതുപോലെ സിഖുകാരുടെ പരാജയത്തോടെ പഞ്ചാബ് ബ്രിട്ടീഷ് അധീനതയിലായി. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്യട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. കീഴടക്കിയ പ്രദേശങ്ങളിൽ നിന്നും പരമാവധി സമ്പത്ത് കൈക്കലാകുകയായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. അതിനായി ഇവർ സ്വീകരിച്ച മാർഗങ്ങളാണ് കച്ചവടം, നികുതി, പിരിവ്, യുദ്ധങ്ങൾ തുടങ്ങിയവ. എന്തൊക്കെയാണ്? കച്ചവടം, നികുതി, പിരിവ്, യുദ്ധങ്ങൾ തുടങ്ങിയവ. ഇനി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി നയങ്ങളാണ് ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുള്ളത്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ 1799 ഇത് കൊണ്ടുവന്നത്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ഏതൊക്കെ പ്രദേശങ്ങളിലാണ്? ബംഗാൾ, ബീഹാർ, ഒറീസ പ്രദേശങ്ങളിലാണ് ഈ ഒരു നികുതി നടപ്പിലാക്കിയത്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ബംഗാൾ, ബീഹാർ, ഒറീസയിലാണ് 1793. ഇനി നടപ്പിലാക്കിയ വ്യക്തി കോൺവാലിസ് പ്രഭുവാണ്. എന്തൊക്കെ സവിശേഷതകളായിരുന്നുണ്ടായത്? ഭൂവുടമകളായിരുന്ന സെമീന്ദാർമാർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉയർന്ന നിരക്കിൽ നികുതി പിരിച്ചു. വിളവിലുള്ള ഏറ്റക്കുറച്ചിലുകൾ പരിഗണിക്കാതെ നിശ്ചിത തുക കർഷകർ നിർബന്ധമായും നികുതിയായി നൽകണമായിരുന്നു. അപ്പം എന്താണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ സവിശേഷതകൾ? ഭൂവുടമകളായിരുന്ന സെമീന്ദാർമാർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉയർന്ന നിരക്കിൽ നികുതി പിരിച്ചു. വിളവിലുള്ള ഏറ്റക്കുറച്ചിലുകൾ പരിഗണിക്കാതെ നിശ്ചിത തുക കർഷകർ നിർബന്ധമായും നികുതിയായി നൽകണമായിരുന്നു. അപ്പോൾ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കൊണ്ടുവന്നത് 1793 ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിലാണ്. കോൺവാലിസ് പ്രഭുവാണ് കൊണ്ടുവന്നത്. എന്തൊക്കെ എന്ന പ്രത്യേകതകളൊക്കെ ഒന്ന് നോട്ട് ചെയ്യട്ടോ. അടുത്തത് എന്താണ്? റേറ്റ് വാരി സമ്പ്രദായമാണ്. 1820 റേറ്റ് വാരി സമ്പ്രദായം വന്നത്. ദക്ഷിണേന്ത്യയിലും ഡെക്കാനിലുമായിരുന്നു റേറ്റ് വാരി സമ്പ്രദായം. തോമസ് മൺട്രോ അതുപോലെ അലക്സാണ്ടർ റീഡുമാണ് ഇതിന് നേതൃത്വം നൽകിയത്. തോമസ് മൺട്രോയും അലക്സാണ്ടർ റീഡും. റേറ്റ് വാരി സമ്പ്രദായം കർഷകരെ ഭൂവുടമകളായി പരിഗണിച്ചു. ബ്രിട്ടീഷുകാർ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചു. നികുതി നൽകുന്നതിൽ വീഴ്ച വരുത്തിയ കർഷകരുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. അപ്പം എന്തൊക്കെയാണ്? റേറ്റ് വാരി സമ്പ്രദായം 1820 ദക്ഷിണേന്ത്യയിലും ഡെക്കാൻ എന്നീ സ്ഥലങ്ങളിലാണ്. തോമസ് മൺട്രോയും അലക്സാണ്ടർ റീഡുമാണ് ഇത് കൊണ്ടുവന്നത്. കർഷകരെ ഭൂവുടമകളായി പരിഗണിച്ചു. ബ്രിട്ടീഷുകാർ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചു. നികുതി നൽകുന്നതിൽ വീഴ്ച വരുത്തിയ കർഷകരുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. ഇനി മഹൽവാരി സമ്പ്രദായം 1822 ഉത്തരേന്ത്യയിലും മധ്യേന്ത്യ, പഞ്ചാബ് എന്നീ സ്ഥലങ്ങളിലാണ് മഹൽവാരി സമ്പ്രദായം. എവിടെയൊക്കെയാണ്? ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബ് എന്നീ സ്ഥലങ്ങളിലാണ്. ഹോൾട്ട് മക്കൻസിയാണ് ഇതിന് നേതൃത്വം നൽകിയത്. ഗ്രാമത്തെ ഒരു യൂണിറ്റായി കണക്കാക്കി നികുതി പിരിച്ചു. അതുപോലെ നികുതിയിൽ വീഴ്ച വരുത്തുന്ന ഗ്രാമത്തെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. അപ്പോൾ എന്തൊക്കെയായിരുന്നു? ഗ്രാമത്തെ ഒരു യൂണിറ്റായി കണക്കാക്കി നികുതി പിരിച്ചതാണ് മഹൽവാരി സമ്പ്രദായം. നികുതിയിൽ വീഴ്ച വരുത്തുന്ന ഗ്രാമത്തെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. അപ്പോൾ 3 സമ്പ്രദായങ്ങൾ നമ്മൾ പഠിച്ചത് ഏതൊക്കെയാണ്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, റേറ്റ് വാരി സമ്പ്രദായം, അതുപോലെ മഹൽവാരി സമ്പ്രദായം. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്യട്ടോ. ഇത് എവിടെയാണ് എന്നൊക്കെ ഉള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യണേ. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി സമ്പ്രദായങ്ങളുടെ പൊതു സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ്? ഉയർന്ന നികുതി നിരക്കായിരുന്നില്ലേ. അതുപോലെ തന്നെ നികുതിയിൽ വീഴ്ച വരുത്തുന്ന ഗ്രാമങ്ങളെ ആയാലും അതുപോലെ ഭൂമി ആയാലും ഒക്കെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യട്ടോ. ഈ ഒരു ചാപ്റ്റർ വളരെ ലെങ്തി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. കുറച്ച് കൂടുതൽ പഠിക്കാനുള്ളൊരു ചാപ്റ്ററാണിത്. അതുകൊണ്ട് ഇതിൻ്റെ അടുത്ത പാർട്ട് നമുക്ക് മറ്റൊരു ക്ലാസ് ആയിട്ട് ഇടാം കേട്ടോ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കണേ. നെക്സ്റ്റ് ഭാഗത്ത് ഇതിൻ്റെ ബാക്കി നമുക്ക് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.